ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് മഴയൊക്കെ? നിങ്ങളവിടെയുള്ള കാലാവസ്ഥകൾ എന്തൊക്കെയാണ്? നന്നായി മഴ പെയ്യുന്നുണ്ടോ? വെള്ളം കയറിയിട്ടുണ്ടോ? കാറ്റുണ്ടോ? മണ്ണിടിച്ചിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എല്ലാം കമൻ്റായിട്ട് ഈ വീഡിയോയ്ക്ക് ചുവട്ടിൽ ഇടണം കേട്ടോ. അതുപോലെ ഇവിടെ നല്ല മഴയാണ്. മേപ്പാടിയൊക്കെ നല്ല കുത്തൊഴുക്കുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടിയ സ്ഥലത്ത്. അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് നല്ല കാറ്റുണ്ട്, അതുപോലെ ശക്തമായ മഴയുമാണ്. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മഴ കുറവുണ്ട്, കാറ്റും കുറവാണ്. ഇവിടെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ വീട്ടിലത്തെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ലല്ലോ, നമുക്ക് ജോലിക്ക് പോകണമല്ലോ. അതുപോലെ തന്നെയാണല്ലോ ഓരോരുത്തരുടെയും അവസ്ഥകൾ. എന്താണ് നിങ്ങളുടെ സ്ഥിതിവിശേഷമെന്ന് കമൻ്റായിട്ട് അറിയിക്കണം. എല്ലാവരും ജോലി സ്ഥലത്താണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരും ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കണം. തണുപ്പടിക്കാതെ ശ്രദ്ധിക്കുക. അതുപോലെ നന്നായിട്ട് ചെറു ചൂടുവെള്ളം കുടിക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ കിടപ്പ് രോഗികളൊക്കെ ആകുമ്പോൾ അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും നടക്കുന്ന നമുക്ക് തന്നെ പല വേദനകളുണ്ട്. അതിനെക്കാട്ടും കഷ്ടമാണ് കിടപ്പ് രോഗികളുടെ അവസ്ഥ. എല്ലാം അറിയാം. ഞാൻ ഈ ഒരു ജോബിന് പോകുന്നതിനെ കൊണ്ട് എനിക്കിതേക്കുറിച്ച് എന്താണ് അവരുടെ അവസ്ഥ, അവരുടെ വേദന എന്താണ്, അവരുടെ സങ്കടം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കാം. ആർക്കും ഒരു ആപത്ത് വരില്ലേ എന്ന് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. അതേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒന്നില്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ ചുവട്ടിലെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഈ സമയത്തൊക്കെയാണ് നമുക്ക് പരസ്പരം നമ്മൾ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത്. പല സ്ഥലത്തും ദുരിതങ്ങളാണ്, പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകൾ. എങ്ങനെയാണ് അവരുടെ വീട്ടിൽ ചിലവ് കഴിയുന്നത് എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പരസ്പരം സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി മുന്നോട്ട് പോവുക എന്ന് നിങ്ങളുടെ സ്വന്തം ലച്ചട്ടി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.